الله الرحمن الرحيم واعلموا يا أمة نبينا محمد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലോകത്തെ പല മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും ഭാഗ്യം നിഷിദ്ധമാക്കിയ, ഭാഗ്യം തടഞ്ഞ ഒരു മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. ഈ പ്രാവശ്യവും റമദാൻ മാസത്തെ വരവേൽക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. അല്ലാഹു ഈ മാസം പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലോകം പല പ്രയാസങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മുമ്പുള്ളതിനേക്കാളും ഓരോ ദിവസം കഴിയുമ്പോഴും കുടുസാവുകയും പ്രയാസമാവുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് പരിശുദ്ധമാക്കപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, അവസാന കാലഘട്ടം വന്നാൽ ഫസാദുകൾ വ്യാപകമാകും. അതുകൊണ്ടാണ് സയഅതി സമാനു അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ എല്ലാം ഫസാദിലായിരിക്കും, എല്ലാം കുഴപ്പമായിരിക്കും. നമ്മൾ എന്തൊക്കെ അനുഗ്രഹമെന്ന് വിചാരിച്ചുവോ ആ അനുഗ്രഹങ്ങളൊക്കെ കുഴപ്പത്തിൽ ചെന്ന് ചാടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. നമ്മളെ നയിക്കേണ്ടവർ, നമുക്ക് നല്ലത് ചെയ്യേണ്ടവർ നമ്മെ ദ്രോഹിക്കാൻ വേണ്ടി മത്സരിക്കുന്ന കാലം. ലോകത്ത് ഒരു ഭാഗം അങ്ങനെ, നമ്മുടെ രാജ്യത്ത് അങ്ങനെ അല്ലെ. ലോകത്ത് എന്താണ്? ഒരു രാജ്യത്തിലെ പാവപ്പെട്ട മനുഷ്യരെ ചാരമാക്കുമെന്ന് പറയാൻ മാത്രം ലോകത്തിലെ ഒരു ഭരണാധികാരി വളർന്നിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യൻ 180ഓളം രാജ്യത്തിന്റെ ഭരണാധികാരിമാരുടെ തലപ്പത്തിരുന്നു കൊണ്ട് പറഞ്ഞിരുന്നുവെങ്കിൽ അതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാൻ സാധിക്കാത്ത രൂപത്തിൽ മറ്റു രാജ്യത്തെ രാജാക്കന്മാർ അധപതിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? നമ്മുടെ രാജ്യത്തിന്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യ എന്നുള്ളത് ലോകത്തിന് അഭിമാനവും മാതൃകാപരവുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഫോർ ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ, ഓഫ് ദി പീപ്പിൾ എന്ന് മാലോകർ മുഴുവനും വിളിച്ചു പറഞ്ഞ രാജ്യത്തെ ഏറ്റവും വലിയ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയുടെ ഭൂമികയിൽ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത്, ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത്, ജനങ്ങൾക്ക് നന്മ ചെയ്യാനെന്ന് മാത്രം ലക്ഷ്യമാക്കി കടന്നു വരേണ്ട ഒരു ഭരണാധികാര സമൂഹം പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ പേരിലും ദളിതന്റെ പേരിലും ഇല്ലാത്തവന്റെ പേരിലും നിരന്തരം കുതിര കയറിക്കൊണ്ടേയിരിക്കുകയാണ്. പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഈ രാജ്യത്തിന്റെ ആളുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ അനുമതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പല സ്ഥലങ്ങളിലേക്കും ആട്ടിയോടിക്കുന്ന ഭയാനകരമായിരിക്കുന്ന അവസ്ഥകൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? മുസ്ലിമീങ്ങൾ മുഴുവനും ചെറ്റകളാണ്. അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞ ഈ നാട്ടിലെ ഒരാൾ, അതിന്റെ ഒരു രാഷ്ട്രീയക്കാരൻ, അദ്ദേഹത്തിന്റെ മൂക്കിന്റെ തുമ്പിൽ 10,000-കണക്കിന് പോലീസ് ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഒളിവിലാണ് എന്ന ഒരു ന്യായം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അദ്ദേഹത്തിനൊന്ന് പേടിപ്പിക്കാനോ അദ്ദേഹത്തിന് പറഞ്ഞ വാക്ക് തിരുത്താനോ സാധ്യമാവാത്ത വിധം ഭരണകൂടം അധപതിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു ബോംബ് സ്ഫോടനം നടത്തിയ ഒരാൾ തന്റെ വീടിന്റെ മുമ്പിലൂടെ പോയി എന്നതിന്റെ പേരിൽ ആ വീട്ടുകാരനെ നിരന്തരം വർഷങ്ങളോളം ജയിലടച്ച് ഭാര്യയെ പോലും കാണാൻ കൂട്ടാക്കാത്ത രൂപത്തിൽ, ഭാര്യയെ പോലും കാണാൻ അനുവദിക്കാത്ത രൂപത്തിൽ അത്രത്തോളം ജയിലടച്ചുകൊണ്ട് ക്രൂരമായിരിക്കുന്ന പീഡനങ്ങൾ നൽകുമ്പോൾ ഒരു രാജ്യത്ത് തികച്ചും പബ്ലിക്കായിക്കൊണ്ട് വർഗീയം പറഞ്ഞൊരു മനുഷ്യനെ യാതൊരുവിധ പ്രയാസവുമില്ലാതെ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ അനുവദിക്കുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ നടമാടാൻ അനുവദിക്കുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് ഏതൊക്കെ രൂപമാണോ ഖൈറായ നിലയിൽ വരേണ്ടത്, നന്മയായ രൂപത്തിൽ വരേണ്ടത്, അത് മുഴുവനും പ്രയാസകരമായിരിക്കുന്ന രൂപത്തിൽ
ലോകത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ നിങ്ങൾ എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചോ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിച്ചോ, എന്നാൽ മാത്രമാണ് അവസാന ദിനം നന്നായി നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ കഴിയുക എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ആഫിയത്ത് അല്പം പ്രയാസമാണ്. ഇന്നലെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. മൂത്രക്കടച്ചിൽ എന്ന് പറയുന്ന മാരകമായിരിക്കുന്ന ഒരു പ്രയാസം അനുഭവപ്പെട്ട് വലിയൊരു ബുദ്ധിമുട്ടിലായി. അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. നോമ്പല്ലേ, ചില ബുദ്ധിമുട്ടുണ്ടാവും, പല പരീക്ഷണങ്ങളുണ്ടാവും. ആ പരീക്ഷണങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് നോക്കുന്നത് കൊണ്ടാണ് അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നിങ്ങളെ വിജയികളാകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയെന്ന് പറയുമ്പോഴും എല്ലാ അമലും തന്നത് ഞാനാണ്, എല്ലാ അമലും പ്രതിഫലം നൽകുന്നത് ഞാനാണ്, വണ്ണമില്ലാത്ത കൂലി നൽകുന്നവൻ ഞാനാണ്, നിങ്ങളെ സ്വർഗത്തിലേക്ക് ആകെ കടത്തുന്നവരും ഞാനാണ്, നിങ്ങളെ നരകത്തിൽ നിന്ന് നിങ്ങളെ പുറത്ത് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതും ഞാനാണ്, ഞാനാണ് നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകേണ്ടത്, ഞാനാണ് നിങ്ങൾക്ക് റഹ്മത്ത് നൽകേണ്ടത് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമി ലോകത്ത് ഒരു അമലിന് വേണ്ടി മാത്രം ഞാനാണ് നിങ്ങൾക്ക് അതിന് പ്രതിഫലം നൽകുന്നതെന്ന് പറഞ്ഞാൽ നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിലേക്ക് പ്രതിഫലം നൽകുന്നത് ഞാനാണ്, നിസ്കാരം എനിക്കുള്ളതാണ്, അതിനു വേണ്ടി പ്രതിഫലം നൽകുന്നത് ഞാനാണെന്ന് അല്ലാഹു പറഞ്ഞില്ല, സകാത്തിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണെന്ന് അല്ലാഹു പറഞ്ഞില്ല, ഹജ്ജിന് ഇത്രമേൽ പ്രയാസം സഹിച്ചുകൊണ്ട് മക്കയുടെ മിനിവാറിലേക്ക് അതീവ ചൂട് സഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തപ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി പ്രതിഫലം വാരിക്കോരി നൽകുമ്പോൾ പോലും അല്ലാഹു പറഞ്ഞില്ല അതിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണെന്ന് പറഞ്ഞില്ല. മറിച്ച് എന്തേ അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ ഈ ലഅല്ലകും തത്തഖൂൻ എന്ന ശീർഷകം നൽകി ഈ നോമ്പിന് മാത്രമാണ് വഅന അജ്സീ ബിഹി, ആ നോമ്പിന് പ്രതിഫലം നൽകുന്നതും ഞാനാണെന്ന് ഖാലല്ലാഹു അസ്സ വജല്ല. എന്തേ അതിന്റെ പ്രത്യേകത? നോമ്പ് അത്രമേൽ പ്രത്യേകമായിരിക്കുന്ന കാര്യമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഉമ്മത്തീങ്ങളെ, നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിന്റെ അവസാന കാലഘട്ടത്തിൽ വരുന്ന ഉമ്മത്തീങ്ങളാണ് നിങ്ങൾ. ആയുസ് കൊണ്ട് നിങ്ങൾക്ക് കുറവാണ്, സൗകര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കൂടുതലാണ്. നിങ്ങൾക്ക് ഈ ലോകത്ത് എല്ലാവരും അഭിമുഖീകരിച്ചതിനേക്കാളും പ്രയാസകരമായിരിക്കുന്ന അവസ്ഥകളാണ് വരുന്നത്, ഫിത്നകളാണ് വരുന്നത്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഖൈറു ഉമ്മത്തി, ഖൈറു ഉമ്മത്തി എന്ന് അല്ലാഹു പറഞ്ഞത് അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ കുറിച്ചാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുമ്പോൾ സ്വഹാബാക്കൾ പരസ്പരം സംസാരിക്കുകയാണ്. മൂസാ നബി വല്ലാത്ത പ്രവാചകനാണ്, മൂസാ നബി ഏറ്റവും നല്ലൊരു പ്രവാചകനാണ്. കാരണം എന്തേ? അദ്ദേഹത്തിന്റെ കീഴിൽ വടി ഉണ്ടായിരുന്നുവത്രേ. ആ വടി ഭൂമിയിലേക്ക് ഒന്നിട്ട് കഴിഞ്ഞാൽ അത് പാമ്പാകുമായിരുന്നുവത്രേ. അദ്ദേഹത്തിന്റെ കൈ പ്രകാശിക്കുന്നവരായിരുന്നു. അല്ലാഹുവിനെ സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശം സ്വായത്തമാക്കാൻ കഴിഞ്ഞ പ്രവാചകനാണ്. എല്ലാം കൊണ്ടും അനുഗ്രഹമായിരിക്കുന്ന പ്രവാചകനാണെന്ന് പറയുമ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട സ്വഹാബാക്കളോട് പറഞ്ഞു, അതെ അതെ അതെ, ശരിയാണ് ശരിയാണ്. മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പ്രവാചകനാണ്, സുഹൃതം സിദ്ധിച്ച പ്രവാചകനാണ്. പക്ഷെ ഞാൻ ആരാണ് നിങ്ങൾക്കറിയുമോ? ഞാൻ ആരാണ് നിങ്ങൾക്കറിയുമോ? ലൗകാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു, ഈ മൂസാ നബി എങ്ങാനും ഇപ്പോൾ ജീവിച്ചിരിക്കുമായിരുന്നുവെങ്കിൽ എന്റെ പിന്നിലാകുമായിരുന്നു, എന്റെ ഖലീഫയാകുമായിരുന്നു, എന്റെ ആജ്ഞനുസരിച്ച് ജീവിക്കുന്ന ആളാകുമായിരുന്നു. നിങ്ങൾ പറഞ്ഞ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ എന്റെ പിന്നാലെ നടക്കേണ്ടി വരുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. എന്നിട്ട് സ്വഹാബാക്കളോട് പറയുന്നു, ഞാൻ അവസാനം വന്ന പ്രവാചകനാണെങ്കിലും അന അവ്വലു മൻ
യൻഷഖു അൻഹു ബത്നുൽ അർള്, ഖബറിന്റെ ഉള്ളറ തുറന്ന് ആദ്യമായി പുറത്തു വരുന്ന ആൾ ഞാനായിരിക്കും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന അവ്വലു മൻ യുഹദ്ദിഖു ഹൽഖഹു ഖാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചുലക്കുന്ന ആൾ ഞാനായിരിക്കും. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, ആദ്യമായി സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആൾ ഞാനായിരിക്കും. വമഈ ഫുഖറാഅൽ മുഅ്മിനീൻ, എന്റെ പിറകെ എന്റെ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടവരായിരിക്കുന്ന മുഅ്മിനീങ്ങളായിരിക്കും ഉണ്ടാവുക. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തത്തയ്ക്ക് പഠിപ്പിക്കുന്നത് പോലെ മഹാന്മാരായിരിക്കുന്ന സ്വഹാബാക്കളോട് പറയുന്നു, ശരിയാണ്, എല്ലാ പ്രവാചകന്മാരും വലിയ സിദ്ധി ലഭിച്ചവരാണ്, വലിയ മഹാരഥന്മാരാണ്. പക്ഷേ എനിക്കും നിങ്ങൾക്കും അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയുമോ? ഏറ്റവും വലിയ ഹൈറായിരിക്കുന്ന ഉമ്മത്ത് അതിന്റെ ഉമ്മത്താണ്. നാളെ ആഖിർ സമാന്റെ കാലത്ത് മഹ്ശറ സഭയില് 120 വരിയിലായിട്ടാണ് മുഅ്മിനീങ്ങൾ നിൽക്കുന്നത്, വിചാരണക്ക് വേണ്ടി നിൽക്കുന്നത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആദ്യമായി വിളിക്കപ്പെടുന്ന 90 വരിയിലും അത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 120 വരിയിലായിട്ടാണ് മഹ്ശറ സഭയിൽ നിൽക്കുക. അതില് 90 വരിയും ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി അന അവ്വലു മൻ ജാവദ സിറാത്ത്, ആദ്യമായി സിറാത്ത് പാലം വിട്ട് കടക്കുന്നത് ഞാനായിരിക്കും. അന അവ്വലു മൻ യുഖ്സാ ബൈനൽ ഉമം, ഉമ്മത്തിന്റെ ഇടയിൽ നിന്നും ആദ്യമായി ഖളാ വാങ്ങുന്ന ആൾ ഞാനായിരിക്കും. അല്ലേ, ഒരു ചാൺമുകളിൽ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് താഴെ ചൂടേറുന്ന ചെമ്പ് തുണ്ടുകൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ദുനിയാവിന്റെ പേര് പറഞ്ഞുകൊണ്ടല്ല, ദുനിയാവിന്റെ വിഷമം പറഞ്ഞുകൊണ്ടല്ല. പറഞ്ഞുവല്ലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രയാസം സഹിച്ച ഒരാൾ ആരാണെന്ന് ചോദിച്ചു, അത് നമ്മുടെ കരളിന്റെ കരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം എന്താ? ഏറ്റവും വലിയ ദുഃഖം എന്താ? ഏറ്റവും വലിയ ദുഃഖം നമ്മൾ പറയും രോഗം അല്ല, രോഗമല്ല. ഞാനൊക്കെ വിചാരിച്ചിരുന്നു ക്യാൻസർ രോഗമൊക്കെ എപ്പോഴും നമ്മൾ ആർക്കും തരണ്ടാതെ, കാരണം അത് സഹിക്കാനും കഴിയില്ല. മുഖത്തേക്ക് നോക്കി ഉസ്താദേ ഒന്ന് മരിക്കണമെന്ന് പറഞ്ഞ മനുഷ്യർ ക്യാൻസർ രോഗിയായിരുന്നു. ഒന്ന് മരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി കയ്യും പിടിച്ച് കരഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് എൻ്റെ നാട്ടിലൊരു മനുഷ്യൻ മരിക്കാൻ വേണ്ടി ദ്വാരക്കണം, വേദന സഹിക്കാൻ കഴിയില്ല. ഞാനങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷെ അതൊന്നുമല്ല. എൻ്റെ ഒരു സുഹൃത്ത്, ഇതൊക്കെ അറിയാൻ ചിലപ്പോൾ 1.5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഭാഗത്ത് തന്നെ വയറിങ്ങിന്റെ പണിയെടുക്കുമ്പോൾ വീണു. സ്പൈനൽ കോഡ് തകർന്ന് താഴ്ഭാഗം ഈ അരക്ക് താഴെ ജീവച്ഛവമായി. അടിക്കാൻ കഴിയുന്നില്ല. 1.5 വർഷമായി നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, കിടന്നിട്ട് തന്നെയാണത്. ലൈംഗിക സുഖമില്ല, ബാത്റൂമിലേക്ക് പോകുന്നറിയില്ല, മൂത്രയിക്കുന്നിറങ്ങിയില്ല, പമ്പസ് ഇട്ടുകൊണ്ടാണ് കിടന്നു പോകുന്നത്. നല്ല ചെറുപ്പക്കാരനായിരുന്നു. ഓരോട് നമുക്ക് പറയാൻ പറ്റുന്ന ആശ്വാസവാക്ക് എന്താ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭൂലോകത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചത് അംബിയാ മുർസലീങ്ങളാണ്. പിന്നീട് അവരോട് ഏറ്റവും ബന്ധപ്പെട്ട സ്വാലിഹീങ്ങളാണ്, അവരോട് ബന്ധപ്പെട്ടവരാണ്. അങ്ങനെ ആ ബന്ധം നിൽക്കൊണ്ട് പോലെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രായമാണ് 36-37 വയസ്സാണ്. 2 ചെറിയ മക്കളുടെ 23 വയസ്സുള്ള ഭാര്യയുള്ള 2 ചെറിയ മക്കളാണ്. ഏത് വലിയ രോഗിക്കും ഒന്ന് കാറ്റുകൊള്ളാൻ പുറത്തേക്ക് പോകാം, വേദന വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഇത് കിടന്ന് ആ കിടത്ത് തന്നെയാണ്, കാലനക്കാൻ കഴിയില്ല. ഒരു ദിവസം ഞാൻ പോകുമ്പോ കാല് മുഴുവൻ ഉറുമ്പരിച്ച് 2 ലെയർ കണ്ട് ഉള്ളിൽ ഇങ്ങനെ ചുവപ്പ് കാണാം. ചങ്ങായിക്ക് മനസ്സിലായിട്ടില്ല ഉറുമ്പരിക്കുന്നത്. പിന്നെ ഒരു പ്രാവശ്യം അതിന് തടയായി മയ്യത്തിന്റെ അടിയിൽ നമ്മൾ വെള്ളം വെക്കുന്നത് പോലെ പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കാം, ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി. പാതിരാ സമയത്ത് ഓരോ മണിക്കൂർ ഭാര്യയെ വിളിച്ച് ഉണർത്തണം. അത് കാല് മാറ്റി വെക്കാൻ തിരപ്പ് കയറും, ബസ്സിന് കയറും. കാലൊന്നും അറിയില്ലെങ്കിൽ ബസ്സിന് കയറും. അപ്പൊ ഒരേ കിടക്കാൻ പറ്റുമല്ലോ. അപ്പൊ കാല് അനക്കണമെങ്കിൽ ഭാര്യ പോകണം.
ഒരു ദിവസം തന്റെ വീൽ ചെയറിലേക്ക് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന താഴെ വീണു. 1 മണിക്കൂർ താഴെ വീണു, ഇരിക്കാൻ പറ്റുന്നില്ല. ഭാര്യക്ക് ഉയർത്താൻ കഴിയില്ല, ചെറിയ ഒരു പെണ്ണിന് ഉയർത്താൻ കഴിയില്ലല്ലോ. പുറത്ത് നോക്കുമ്പോൾ ആരും കാണുന്നില്ല. അള്ളാഹു കൊടുക്കുന്ന ചില പരീക്ഷണങ്ങളാണ്. നല്ല ചെറുപ്പക്കാരനാണ്. ഒന്ന് ബാത്റൂമിൽ ഒന്ന് പുറത്ത് പോകണമെങ്കിൽ, കഷ്ടം പോകണമെങ്കിൽ ഒരു ഗുളിക രാത്രി 3 മണിക്ക് അടിച്ചുകൊണ്ട് തുമറിന്റെ ആ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കണം. കുറച്ചു പോവും, ബാക്കി ഭാര്യ ഇങ്ങനെ കൈയിട്ടെടുക്കണം. അദ്ദേഹത്തിന് ഒരു വീട് കെട്ടാൻ വേണ്ടി എന്റെ നാട്ടിൽ ഞങ്ങളൊക്കെ സ്ഥലം എടുത്ത് ഒരു വീട് കെട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഗുളിക കെട്ടിക്കൊണ്ട് ഞാനത് പറഞ്ഞത് ദയനീയമായിരിക്കുന്ന രംഗമല്ല, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഞാൻ വിചാരിച്ചു ഏറ്റവും വലിയ ദുഃഖം ഭയങ്കരമായ ക്യാൻസർ. അങ്ങനല്ല, ക്യാൻസർ രോഗിക്കൊന്ന് പുറത്തു പോകാം, കാറ്റ് കൊള്ളാം, ഹോസ്പിറ്റലിൽ പോകാം, എല്ലാവരോടും പറയുക പോകാം. ഇത് നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, ഒരു സാധനം എടുക്കാൻ കഴിയില്ല. ചിന്തിച്ചു. അള്ളാഹു നമുക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. എന്നാൽ ഏറ്റവും വലിയ ദുഃഖമേതാണ്? ആ ദുഃഖം അനുഭവിച്ചവരോട് നിങ്ങൾ ചോദിക്കണം. തങ്ങളുടെ പ്രായത്തിൽ പ്രായപൂർത്തിയാവുന്നതിനേക്കാൾ മുമ്പ് തങ്ങളുടെ മക്കളുടെ ജനാസ കാണാൻ ഒരു വാപ്പാക്കും ഉമ്മാക്കും അല്ലാഹു അങ്ങനത്തെ ഒരു അവസ്ഥ കൊടുത്താൽ ഭൂലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസകരമാകുന്ന അവസ്ഥ എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ സ്വന്തം മക്കളുടെ ജനാസ കാണലാണ്. അല്ലാതെ പറയാൻ പറ്റുമോ? ഇല്ല. ഏത് പാതിരാ സമയത്തും എന്റെ മനസ്സിലേക്ക് വരുന്ന എന്റെ മക്കളുടെ രൂപമാണ്. എനിക്കെന്ത് അസുഖം വന്നാലും, അല്ലേ, നമുക്ക് എന്ത് അസുഖം വന്നാലും നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചാൽ അത് ഒരിക്കൽ പോലും മനസ്സിലേക്ക് കൊണ്ടുവരാനും അത് അംഗീകരിക്കാനും പ്രയാസമുള്ള ആളുകളായിരിക്കും. അതുകൊണ്ടാണ് പ്രവാസ ജീവിതത്തിൽ ഒരുപാട് കാലം കഴിഞ്ഞവരാണ് നിങ്ങളിൽ പലരും. നിങ്ങളാദ്യം നിങ്ങളുടെ കെട്ടിയോൾക്ക് വിളിക്കുമ്പോ, നിങ്ങളുടെ പ്രിയ നമുക്ക് വിളിക്കുമ്പോ, നിങ്ങളുടെ എല്ലാമായ ജീവന്റെ പാതിക്ക് ഫോൺ വിളിക്കുമ്പോ നിങ്ങൾ ആദ്യം ചോദിക്കുന്നത് നിനക്ക് സുഖമല്ലേ എന്നല്ല, അല്ലടി നിനക്ക് റാഹത്തല്ലേ എന്നല്ല, മറിച്ച് അവരോട് ചോദിക്കുന്നത് എന്റെ പൊന്നുമക്കൾ സന്തോഷമായിരിക്കുന്നില്ലേ, അവരൊന്ന് മുഖം പാടിയാൽ, അവർക്കൊരു പ്രയാസം വന്നാൽ എന്ത് ത്യാഗം സഹിച്ചുകൊണ്ടും അവരുടെ ആ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ, അവരെ സന്തോഷത്തിലാക്കാൻ വേണ്ടി ഏത് വലിയ ബുദ്ധിമുട്ടും സഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അവരൊരു വേദന പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് സ്വന്തം ഉമ്മയെ, അത് രോഗിയായി കിടക്കുന്ന ഒരു ഉമ്മയെ സ്വന്തം മകൻ കൊല ചെയ്തിട്ടും കൊല്ലാൻ വേണ്ടി അങ്ങ് കൊടുവാൾ വീശിയിട്ടും എന്തോ ഭാഗ്യം രക്ഷപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ പ്രിയപ്പെട്ട ആ ഉമ്മയോട് വന്നുകൊണ്ട് പോലീസുകാരൻ മൊഴിയെടുക്കുമ്പോൾ പറഞ്ഞത് എന്താണ്? മകന്റെ പേര് പോലും ഉച്ചരിച്ചില്ല, മകന്റെ പേര് പോലും ഉച്ചരിക്കാൻ ആ ഉമ്മാക്ക് കഴിഞ്ഞില്ല. മറിച്ച് ഒരു നിരവാധികം ഒരു കളവ് പറഞ്ഞു. ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്, എന്റെ തലയിലേക്കുള്ള പൊട്ടല് കട്ടിലിൽ നിന്ന് വീടുണ്ടായതാണ്, എന്റെ കാലിന്റെ പ്രയാസം കട്ടിലിൽ നിന്ന് വീടുണ്ടായതാണ്. എന്തേ അങ്ങനെ മാത്രമേ ഒരു ഉമ്മാക്ക് ചിന്തിക്കാൻ കഴിയോ, ഒരു ഉപ്പാക്ക് ചിന്തിക്കാൻ കഴിയോ? ഒരിക്കൽ പോലും ഒരു സ്വന്തം മകന് കൊല്ലാൻ തുനിഞ്ഞാൽ പോലും ആ മകനെ കാട്ടിക്കൊടുക്കാൻ ലോകത്ത് ഒരു ഉമ്മയും പഠിച്ചിട്ടില്ല, ഒരു ഉപ്പയും പഠിച്ചിട്ടില്ല. മക്കളോടുള്ള സ്നേഹം അങ്ങനെയാണ്. അതുകൊണ്ടാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു പത്ര കട്ടിങ് എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി പോയിരുന്നു. ഈ പെർളയുടെ ഭാഗത്ത് ഒരു ഉമ്മയെ, ഒരു അമ്മയെ, ഒരു മകന് ഒരു കൈവരിയിലൂടെ നടന്നു പോകുമ്പോ, ഒരു തോട്ടിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ, ചെറിയ പാലത്തിലൂടെ നടന്നു പോകുമ്പോ അമ്മയെ ആ തോട്ടിലേക്ക് നിറഞ്ഞ വെള്ളമുള്ള തോട്ടിലേക്ക് ഇടുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? അമ്മയുടെ പേരിൽ കുറെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഏക മകനായിരിക്കാണ് ലഭിക്കുക. ആ പൈസ കിട്ടാൻ വേണ്ടിയാണ് സ്വന്തം അമ്മയെ ആ ഒഴുകുന്ന പുഴയിലേക്ക്, ഒഴുകുന്ന ആ തൊട്ടിലേക്ക്, നിറഞ്ഞ വെള്ളത്തിലേക്ക് ഇടുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് ആ അമ്മ രക്ഷപ്പെടുകയാണ്. ചെറുവത്തൂരിലെ വൃദ്ധസ്ഥലത്തിലേക്ക് ഇരിക്കുമ്പോ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വിചാരണക്ക് വേണ്ടി
വേണ്ടി മകനെ കുറ്റക്കാരനായി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കോടതിയിലേക്ക് പോയപ്പോ ആ മുനിസിപ്പൽ ജഡ്ജിയോട് പറയുന്നത്, എന്റെ മകന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുകയാണ്, എന്റെ ആഗ്രഹം എന്റെ മകന് ഒരു നിലക്കും ശിക്ഷ കൊടുക്കരുതേ, ശിക്ഷ കൊടുക്കരുതേ. അവരൊരിക്കലും അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്, അവന്റെ കൈ അറിയാതെ എന്റെ പിറകിലേക്ക് തട്ടിപ്പോയതാണ്. സ്വന്തം മകൻ പോലും കുറ്റം പറ്റി പറഞ്ഞിട്ടും ഒരു അമ്മക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുത്തുമുമ്പിനികളെ, ആ മക്കള് ദുനിയാവിൽ വെച്ചുകൊണ്ട് അവരുടെ ജനാസ കാണുക എന്നുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6 മക്കളെ ജനാസ എടുത്തുകൊണ്ട് ഖബറിലേക്ക് വെച്ചു. മുഹമ്മദ് മുസ്തഫ എല്ലാം ലോകത്ത് സർവ്വതും കൊടുത്ത ഖൈറുൽ ബശർ, മനുഷ്യരിലെ ഏറ്റവും ഖൈറായിരിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു കൊടുത്ത സമ്മാനം 6 മക്കളെ തന്റെ കൈ കൊണ്ട് ഖബറിലേക്ക് വെക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി. അതിന് മോശപ്പെട്ട അവസ്ഥ പരീക്ഷണമാണ്. ഈമാൻ ഇങ്ങനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി ഈമാൻ വീണ്ടും വീണ്ടും അല്ലാഹു പരീക്ഷിച്ചു നോക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ദുഃഖം ഉള്ള കാലമാണ്. അപ്പൊ അത്രത്തോളം നമ്മൾ മക്കളെ ഭയങ്കരമായിരിക്കുന്ന ആ പ്രയാസം സഹിച്ച അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മുൻഗാമികളായിരിക്കുന്ന ആളുകൾ ചെയ്തതുപോലെയുള്ള ആ പ്രയാസകരമായിരിക്കുന്ന ആ പരീക്ഷണങ്ങളിൽ നിന്ന് ഒരൽപ്പം പോലും നിങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഏതാ പരീക്ഷണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ നിസ്കരിക്കുമ്പോ അതൊരു പരീക്ഷണമാണ് അല്ലെ, അള്ളാഹു മുമ്പിൽ നിൽക്കാണ്. ആ ഒരു ചിന്തയും കൊണ്ടുവരാതെ ദുനിയാവിന്റെ ഒരു ലാഞ്ചനയുമില്ല നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമോ? ആ പറ്റണത് ഒരു പരീക്ഷണം വിജയിക്കലാണ്. നോമ്പ് നോക്കുമ്പോ അള്ളാഹു പറഞ്ഞതുപോലെ നാവും ചിന്തയും ഒക്കെ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു നോമ്പ് നമുക്ക് നോമ്പ് നോക്കാൻ വേണ്ടി പറ്റുമോ? അത് ആ പരീക്ഷണത്തിൽ വിജയിക്കലാണ്. സകാത്ത് കൊടുക്കുമ്പോൾ ചിന്തിക്കാൻ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്വതക്കയും സംഭാവനകളും സാചാരി കൂടി നല്ല സ്വതക്ക നൽകും. നിങ്ങൾ വിചാരിക്കുക അത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് നൽകുന്നത്. പക്ഷെ അത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? പറ്റും. അത് നമ്മൾ അള്ളാഹുവിന്റെ ആ ഒരു പരീക്ഷണത്തിൽ നമ്മൾ അള്ളാഹു വിജയിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് ഖൈറു ഉമ്മത്ത്. പക്ഷേ ആ ഉമ്മത്തിന്റെ ആളുകൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതാണ് ഖുർആൻ പറഞ്ഞത് വൽ അസ്ർ. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്താണ് വൽ അസ്ർ. കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. എല്ലാ മനുഷ്യരും വഴികേടിലാണ്, പരാജിതരാണ്, ഖുസ്റാണ്. ഇല്ലല്ലദീന ആരുഴി ഇല്ലല്ലദീന ആമനൂ. 4 വിഭാഗം ഒഴികെ. ഇല്ലല്ലദീന ആമനൂ, ഒന്ന് വിശ്വസിച്ചവരൊഴികെ. അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചവരൊഴികെ. വിശ്വാസം അത് വളരെ പ്രധാനമാണ്. വിശ്വാസം വളരെ ഈമാനും ഹിദായത്തും ഭയങ്കര. എത്ര ആളുകൾ നല്ല മനുഷ്യന്മാരുണ്ട്, പക്ഷെ അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ഹിദായത്ത് നമ്മളൊക്കെ നേർവഴിയിലാണ്. അപ്പൊ നേർവഴിയിലായി തന്നെ ജീവിച്ച് നേർവഴിയിലായി തന്നെ മരിക്കണം, മുഅ്മിനായിട്ട് തന്നെ മരിക്കണം. ഈമാനും ഹിദായത്തും ഭയങ്കരമായിരിക്കുന്ന കാര്യമാണ്. അത് അല്ലാഹുവിനെ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അൽഹംദുലില്ലാഹി അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം എന്ന് പറയുന്നത്. പഠിച്ചോനെ നിന്റെ സ്തുതിയാണ്. എനിക്ക് ഇതെല്ലാം തന്നിട്ടുണ്ട്. കാറ് തന്നിട്ടുണ്ട്, ബസ് തന്നിട്ടുണ്ട്, എനിക്ക് വീട് തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ നീ തന്ന ഏറ്റവും വലിയ നിഅമത്ത് അൽഹംദുലില്ലാഹ് ഞാൻ സ്തുതിക്കുകയാണ്. നീ തന്ന ഏറ്റവും വലിയ നിഅമത്ത് ഹദാനാ, എന്നെ നീ ഹിദായത്തിലാക്കി, ഞങ്ങളെ നീ ഹിദായത്തിലാക്കി. അപ്പോ മുഅ്മിനാവുക എന്നത് ഭയങ്കരമായ കാര്യമാണ്. നമ്മുടെ മക്കളെയൊക്കെ നല്ലോണം സൂക്ഷിക്കണം. കോളേജിലാണ് ഇന്ന് യുക്തിവാദ ചിന്തകൾ ഏറ്റവും കൂടുതൽ ബലപ്പെട്ട് വരുന്നത്. ലിബറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ബലപ്പെട്ട് വരുന്നത്. ലിബറിസ്റ്റുകൾക്ക് ഈ ലോകത്ത് വിഹരിക്കാനുള്ള ഒരുപാട് ഹേതുക്കളുണ്ട്. സിറാത്ത് പാലം മുടി നാരിനേക്കാളും നേരിയത് അല്ല മോനെ. ഈ മുടി നാരിനേക്കാളും നേരിയത് എന്താ? ഇതിനത് കെട്ടുകറിയാ. ഇപ്പൊ ഒരു കറാമത്ത് പോലും പറയാൻ പറ്റാത്ത കാലമാണ്. കറാമത്ത് പോലും പറയാൻ പറ്റാത്ത കാര്യം. നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവിച്ച കറാമത്ത് പോലും പറയുമ്പോ അത് കെട്ടുകെടും.
ഡിങ്കം കഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കളിയാക്കും. ഇതിന് ഏറ്റവും കൂടുതൽ വളം വെക്കുന്ന ഇടമാണ് ഏത്? നമ്മുടെ കലാലയങ്ങൾ എന്നുള്ളത് സൂക്ഷിക്കണം. റമദാൻ മാസം പോലും വേണ്ടാത്ത പ്രവൃത്തികൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന കലാലയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ലിബറസ്റ്റ് ചിന്താഗതികൾ കൂടുതലായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ ഖൈറിന്റെ അഹ്ലുകാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിന്റെ ഏത് പ്രലോഭനത്തിനും ഈമാൻ നഷ്ടപ്പെടുത്താത്ത മക്കളാക്കി അല്ലാഹു അവരെ മാറ്റട്ടെ. ആമീൻ യാ റബ്ബി. ഒന്നാമത് ഇല്ലല്ലദീന ആമനു, രണ്ടാമത് വഅമിലുസ് സ്വാലിഹാത്ത്, നന്മ പ്രവൃത്തി ചെയ്യുന്നവരും നന്മയിലൂടെ പ്രവൃത്തി ചെയ്യുന്നവരും നല്ലതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും നിസ്കരിക്കുന്നവരെ, നോമ്പ് നോക്കുന്നവരെ, നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ, മറ്റുള്ളവരെ സഹായിക്കുന്നവരെ, അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരൊഴികെ മൂന്നാമത്തെ വിഭാഗമാണ് ക്ഷമിക്കുന്നവരും ഒഴികെ. ക്ഷമ ഭയങ്കര പ്രധാനമാണ്. ഒരു മനുഷ്യൻ വന്ന് ഉസ്താദേ, ഞാൻ ഒരാളെ തെറ്റിയിരിക്കാം, ഞാൻ നല്ലോണം നേരാവണമെന്നുണ്ട്, പക്ഷെ അയാൾ കൂട്ടാക്കുന്നില്ല. ഞാൻ സലാം പറഞ്ഞു, മടക്കുന്നില്ല. അവരെ വീട്ടിൽ പോയിട്ട് ഉമ്മയോട് പറഞ്ഞു, നടക്കുന്നില്ല. അവ പറഞ്ഞ വാക്ക് ഇന്റെ എല്ലാ പ്രശ്നവും തീർന്നു, നിങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഒഴിവായി, മാനസികമായി ഭയങ്കര വിഷമുണ്ട് എന്ന് പറയുമ്പോൾ പറഞ്ഞതാ ക്ഷമിക്കുക. അസ്വബറു നിസ്ഫുൽ ഈമാൻ. ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത്, ബൈക്കിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് BMW കാറ് മുന്നോട്ട് പോകുമ്പോ ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോൾ ഞാൻ വിസ കൊടുത്ത് വന്ന മനുഷ്യനാണ് BMW പോകുന്നത്. ഞാൻ എന്ത് മാത്രമാണ് ഇങ്ങനെ ആയിപ്പോയത്? ഞാൻ ചെയ്താലൊന്നും ശരിയാവുന്നില്ലല്ലോ, എപ്പോഴും എനിക്ക് പ്രയാസമാണല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, നിനക്ക് 2 വീലുള്ള ഒരു ബൈക്കെങ്കിലും ഉണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് മീൻ മാർക്കറ്റിലേക്ക് പോകുന്നവൻ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. 4 വീലുള്ള ഒരു 4 ചക്രമുള്ള വാഹനത്തിൽ 2 കാലുമില്ലാതെ കയ്യും കുത്തി നടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് നോക്കിയിട്ട് പറ, അൽഹംദുലില്ലാഹ്, എന്നെ പോലെ ഒരു ഉമ്മ പെറ്റ മകനല്ലേ അവൻ, എന്നെ പോലെ മജ്ജയും മാംസവും ഉള്ള ഒരാളല്ലേ, എല്ലാ വിചാരവും ഉള്ള ഒരു മനുഷ്യനല്ല. പക്ഷേ അല്ലാഹു അവനെ പോലെ എന്നെ ആക്കിയിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ്. BMW ഇല്ലെങ്കിലെന്ത്, ബെൻസ് ഇല്ലെങ്കിലെന്ത്, നിനക്ക് സഞ്ചരിക്കാൻ നല്ല ആഫിയത്തുള്ള 2 കാല് അല്ലാഹു നൽകിയില്ലേ. അൽഹംദുലില്ലാഹ്. എപ്പോഴും രോഗമാണ്, എപ്പോഴും പ്രയാസമാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ള മറുപടി, നിങ്ങളൊന്ന് RCCയിലേക്കൊന്ന് പോകണം, നിങ്ങളൊന്ന് ക്യാൻസർ സെന്ററിലേക്ക് പോകണം, നിങ്ങളൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. എന്റെ പെങ്ങളുടെ മകന് ഹോസ്പിറ്റലില് പെരിയാരത്ത് ഹോസ്പിറ്റൽ ICUയിൽ കിടക്കുമ്പോ ആ ICUവിനുള്ളിലേക്ക് പോകുമ്പോ മാരകമായിരിക്കുന്ന രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പിച്ചുകുട്ടികൾ പൊട്ടിക്കരയുന്നത് പോലെ കരയുന്ന പ്രായമായ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വേദന കൊണ്ട് പ്രളയുന്നവരെ കണ്ടിട്ടുണ്ട്. എത്ര ആളുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭൂമി ലോകത്ത് ജീവിക്കുന്നത്. ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിലും ആഗ്രഹിച്ച് ജീവിക്കുന്നവര്, അവരെ കണ്ട് പറയണേ, അൽഹംദുലില്ലാഹ്, എനിക്കൊരു മുട്ടുവേദനയല്ലേ, എനിക്കൊരു കാല് വേദനയല്ലേ, എനിക്കൊരു തലവേദനയല്ലേ, അല്ലാഹു മാരകമായിരിക്കുന്ന രോഗം എന്നെ തന്ന് പരീക്ഷിച്ചില്ലല്ലോ, മറ്റുള്ളവർ വിഷമിക്കുന്നത് പോലെ അല്ലാഹു എനിക്ക് വിഷമം നൽകിയില്ലല്ലോ എന്ന കരുതലാണ് ഒരു മുഅ്മിൻ. 4ാമത്തെ കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഹക്കിന്റെ ഉടയ, യാഥാർത്ഥ്യത്തിന്റെ ഉടയ ആളുകൾ കച്ചവടം ചെയ്യുമ്പോൾ ഒരു നയാ പൈസയുടെ കള്ളത്തരം വന്നു പോകരുത്. അല്ലെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവും അടിമകളും തമ്മിലുള്ള എല്ലാ ബാധ്യതകൾക്കും ലിമിറ്റ് ഉണ്ട്, പടച്ചവനൊക്കെ പൊരുത്തപ്പെട്ടു തരും. അതുകൊണ്ടാണ് വീണ്ടും ഖുർആൻ ഓർമ്മിച്ചത്, അള്ളാഹു പൊറുക്കുന്നവനാണ്, അള്ളാഹു റഹ്മാനാണ്. നമ്മുടെ വലിയ പ്രതീക്ഷ തന്നെയാണ്. നമ്മുടെ അമല് കൊണ്ടൊന്നും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. ആ അള്ളാഹ് പറഞ്ഞ കാര്യം ഉണ്ടെന്നറിയോ, ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സോൾവ് ആയിക്കോളും. പക്ഷെ അടിമകൾ തമ്മിലുള്ള പ്രശ്നം അത് അവർ തന്നെ സോൾവ് ആക്കണം. അതിന് പെട്ട കാര്യമാണ് ഒരാളോട് ചോദിച്ചു നിൽക്കുക.
സങ്കടത്തിൽ ഏർപ്പെടുക, അതുപോലെ തന്നെ ഒരാളെ പറ്റിക്കുക, ചതിക്കുക, സ്ഥലം കയ്യാറാക്കുക, കടം വാങ്ങി കൊടുക്കാതിരിക്കുക, അവനെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ ശരീരം കൊണ്ടോ അവനെ ആക്രമിക്കുക. അവൻ ദുനിയാവിൽ പൊരുത്തപ്പെട്ട് തന്നില്ലെങ്കിൽ ആഖിറത്തിൽ നിന്ന് നിർപ്പാം. 80,000 കൊല്ലം നിന്ന് നിർപ്പാം. എന്നിട്ട് പറയും പരസ്പരം ബാധ്യതകൾ നിറവേറ്റി. ഞാൻ വായിക്കാൻ സമയമില്ല. ബാധ്യതകൾ നിറവേറ്റു എന്ന് പറയും. ബാധ്യത നിറവേറ്റുമ്പോ അമല് കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം കൊടുത്ത് അമലില്ലെങ്കിൽ എന്താ, ഇവന്റെ തെറ്റ് സയ്യിആത്ത് ആ മനുഷ്യനിലേക്ക് ചാർത്തും. ബാധ്യതകൾ നിർവഹിക്കാൻ വേണ്ടി ദുനിയാവിലൊക്കെ തീർത്ത് പോയിക്കോണം അല്ലേ? എന്താ ആകുള്ള സമ്പാദ്യം? എന്താ ഉസ്താദേ, ഞാൻ ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല, അറിഞ്ഞുകൊണ്ടൊരു മനുഷ്യനെ ഉപദ്രവിച്ചിട്ടില്ല, എന്റെ മനസ്സിൽ ഒരാളോട് ദേഷ്യമില്ല. ദുനിയാവിൽ സമ്പാദിച്ച ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാനായിരിക്കുന്ന ഹസ്സനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഒരാളെ ചീത്ത പറയും, എപ്പോഴും ചീത്ത പറയും. ഇത് മൂപ്പർക്ക് അറിയാം. അങ്ങനെ ഒരാൾ വന്നിട്ട് ഭയങ്കര സഹിക്കട്ടപ്പോ ഒരാൾ വന്നിട്ട് മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ വലിയ മുത്തബിയുസുന്നല്ലേ, നിങ്ങളെല്ലാവരും ബഹുമാനിക്കുന്നു, എന്നാൽ ഇന്ന മനുഷ്യര് നിങ്ങളെ കുറിച്ച് ഭയങ്കര പറയുന്നത് ഞാൻ ഇത്ര കാലം കൊണ്ടാടുന്നതാണ്, ശരി എനിക്ക് സഹിക്കുന്നില്ല, നിങ്ങളൊന്ന് അയാൾ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അയാളൊന്ന് ആളുകളൊന്ന് പറഞ്ഞ് പേടിപ്പിക്കണം, എപ്പോഴും നിങ്ങളെ കുറ്റം പറയാനാണെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പുഞ്ചിരിച്ചു. എന്നോട് നീ നിൽക്കുന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കുറെ ഫ്രൂട്ട് കുറെ പലഹാരമെല്ലാം വാങ്ങിയിട്ട് നമസ്കാരം അങ്ങാടി എന്നൊക്കെ വാങ്ങിയിട്ട് മൂപ്പരെ കയ്യിൽ കൊടുത്ത് പറഞ്ഞു, ആ മനുഷ്യനെ കൊണ്ടുപോയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നെ കുറ്റം പറയുന്ന ആള് നിങ്ങളൊരു പ്രയാസപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ഫ്രൂട്ട് കൊടുക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ആ മനുഷ്യൻ എന്നെ എല്ലാ കുറ്റം പറയുമ്പോഴും എന്നെ എല്ലാ നിലക്കും മോശമാക്കുമ്പോഴും അവന്റെ അമലൊക്കെ എനിക്ക് തരാം. അത് എന്നോട് ചെയ്യുന്നത് നന്മല്ലേ? എന്നോട് സ്വീപ്പാക്കാൻ കളിയാക്കാം. സത്യത്തിൽ എന്താണ് അയാൾ ചെയ്യുന്നത്? അയാൾ എന്നെ ദ്രോഹിക്കുന്നതല്ല, അയാൾ അമൽ എനിക്ക് തരാം, അയാൾ അമൽ എനിക്ക് തരാം. ഒരു മനുഷ്യൻ ഡാഷിന്റെ മോനെ എന്ന് വിളിച്ചു. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ഒരാളുടെ ഉപ്പാന പറഞ്ഞാൽ സ്വന്തം ഉപ്പാന പറഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെട്ട് പറയും ഡാഷിന്റെ മോനെ എന്ന് വിളിക്കും. സത്യത്തിൽ ആരാ? സ്വന്തം പോറ്റി വളർത്തിയ പ്രസവിപ്പിച്ച ഉപ്പാനെയാണ് നമ്മൾ പറയുന്നത്. ഇത് ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 4 വിഭാഗത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. ഈ 4 വിഭാഗത്തിലെങ്കിലും നമ്മൾ വേണം. ഹക്കുട, നന്മ ഉടയവർ, യാഥാർത്ഥ്യം അതായത് സത്യം ഉടയവർ, സത്യത്തിന്റെ മാർഗത്തിൽ ജീവിക്കാൻ വേണ്ടി പാടില്ല. കളവുണ്ടാകാനേ പാടില്ല. ഒരു നിലക്ക് എത്ര പ്രയാസം വന്നാൽ പോലും കളവുണ്ടാകാൻ വേണ്ടി പാടില്ല. ഒരാളെയും പറ്റിക്കാൻ വേണ്ടി പാടില്ല, ഒരാളെയും മോശമാക്കാൻ വേണ്ടി പാടില്ല. അത് എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകില്ല. നമ്മൾ ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞ ഉദ്ദേശം, നമുക്ക് ശ്രമിക്കാൻ ഒരുപാട് നമുക്കുള്ള ഒരു പഞ്ചിപ്പുണ്ട്. എന്താണ്? നമ്മൾ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി ലോകത്തെ എല്ലാവരെക്കാളും അനുഗ്രഹം കിട്ടിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.